ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഇതിൽ ഞാൻ ഇടയകയറി ഇടപെടുകയല്ല, വളരെ ക്ലിയറാണ്. ഇതിൽ ധാരണക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞതും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്ക് പറയാനുള്ളതും വളരെ ഡീറ്റെയിലായി തന്നെ ചർച്ച ചെയ്തു. ചർച്ചയുടെ ഒരു ആകത്തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും, അതിലൊരു തടസ്സവും ഉണ്ടാകില്ല. ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കും. അത്രേ ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. രൂപ എത്ര, പൈസ എത്ര എന്നൊന്നും ഇപ്പോൾ നമുക്ക് നിശ്ചയിക്കാവുന്നതല്ല. കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണമായ അഭിപ്രായം ഞങ്ങൾ കേട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം കേട്ടു. സർക്കാർ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളെ കണ്ട് പൂരം നടത്താൻ എല്ലാവർക്കും കഴിയും വിധം ഒരു നിലപാടെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമിക്കബിളായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും. അതനുസരിച്ച് പൂരം ഗംഭീരമായി നടത്തും. അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല. അതിന് ഇത്ര പൈസ, ഇത്ര രൂപ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ തീരുമാനം പറയാൻ പറ്റില്ല. അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 4-നാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് 29-ാം തീയതി മുതൽ അനൗൺസ് ചെയ്യേണ്ടതാണ്. ഒരു 4 ദിവസം കൂടി വൈകും. കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിൽ കോടതിയോട് സമ്മതം ചോദിക്കാതെയും കോടതിയുടെ നിരീക്ഷണം കാണാതെയും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഗുണകരമായിരിക്കില്ല, പ്രത്യേകിച്ച് സർക്കാർ ഇടപെടുന്ന സാഹചര്യത്തിൽ. സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. പൂരം ഉണ്ടാകില്ല എന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശങ്കയുണ്ടായിരുന്ന ജനങ്ങളോട് എല്ലാവരും കൂടി, ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, മന്ത്രിമാരുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുണ്ട്, 2 ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നു, ഏത് സാഹചര്യത്തിലും അതിഗംഭീരമായി പൂരം നടത്തും. അതിന് ബന്ധപ്പെട്ടവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുക.